ബാക്ക് ടു അവർ ചാനൽ വിദാദ് ലേണിംഗ് ഹബ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ BA സോഷ്യോളജി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ള പുസ്തകത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്ത്യയിലുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരു വണ്ണസ് തോട്ടാണ് പ്രധാനമായിട്ടും ആളുകൾക്കുള്ളത്. യൂണിറ്റി ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി റിഫേഴ്സ് ടു എസെൻസ് ഓഫ് വണ്ണസ്. നമുക്കൊരു വണ്ണസ് എന്നുള്ളൊരു തോട്ട് നമുക്കുണ്ട്. മാത്രമല്ല വ്യത്യസ്തമായ രൂപത്തിലുള്ള കൾച്ചറൽ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു വണ്ണസ്, ഒരു ഒത്തൊരുമ എന്തുണ്ട് ഇന്ത്യൻ സൊസൈറ്റിക്ക് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ധാരാളം ഡിഫറൻസസ് ഉണ്ടായിരിക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു വണ്ണസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ ദർ ആർ സ്ട്രോങ് അണ്ടർലൈൻ കണക്ഷൻ ആൻഡ് യൂണിഫോംലി ഓഫ് ലൈഫ്. ഹിസ്റ്റോറിക്കലായിട്ടുള്ള, ജോഗ്രഫിക്കലായിട്ടുള്ള, കൾച്ചറലായിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള, പൊളിറ്റിക്കലായിട്ടുള്ള, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇമോഷണൽ ബോൺസ് എന്തുണ്ട് ഈ മനുഷ്യന്മാരുടെ ഇടയിൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ, ഡൈവേഴ്സിറ്റി സിഗ്നിഫൈസ് കളക്റ്റീവ് ഡിഫറൻസസ് എമംഗ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക്, റിലീജിയസ് ആൻഡ് ബയോളജിക്കൽ ട്രേറ്റ്സ്. തീർച്ചയായിട്ടും ഒരു സൊസൈറ്റി ആകുമ്പോൾ അതിൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള കൾച്ചറുള്ള, വ്യത്യസ്തമായ രൂപത്തിലുള്ള റിലീജിയനുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഒത്തൊരുമ എന്തുണ്ട്, ഈ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടും ഒരു ഐക്യം, ഒരു ഒത്തൊരുമ എന്തുണ്ട് ഇന്ത്യൻ സൊസൈറ്റിയിലുണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് മാരേജ് ആസ് എ കോൺട്രാക്ട്. മാരേജിനെ ഒരു ഇടപാടായിട്ട് നമുക്ക് എങ്ങനെ മാരേജിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറയുമ്പോൾ മാരേജ് ആസ് എ കോൺട്രാക്ട് ഇറ്റ്സ് എ മോഡേൺ പെർസ്പെക്റ്റീവ്. പുതിയ കാലഘട്ടത്തിൽ മോഡേൺ പെർസ്പെക്റ്റീവിൽ മാരേജ് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എവിഡൻറ്റ് വരുന്നത് നോൺ ഹിന്ദു മാരേജ്, അത്തരത്തിലുള്ളൊരു സ്പെഷ്യൽ മാരേജ് ആക്ട് എന്നാണ് നമുക്ക് നോൺ ഹിന്ദു മാരേജ് സിസ്റ്റം എന്നാണ് നമുക്ക് ഈ ഒരു തോട്ട് കിട്ടുന്നത്. മാരേജ് കോൺട്രാക്റ്റ് ആണെന്ന് നിലക്ക്. ആ പുതിയ കാലഘട്ടത്തിൽ ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ എടുക്കുമ്പോൾ അവിടെ അവകാശങ്ങൾ ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഒബ്ലിഗേഷൻസ്, അതുപോലെ തന്നെ മെയിൻ്റനൻസിന് നമുക്ക് ഡൈവേഴ്സൊക്കെ നിലക്കപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കോൺട്രാക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു മാരേജിനെ കണക്കാക്കാം. കാരണം ഡൈവേഴ്സ് പോലത്തെ പുതിയ കാലഘട്ടങ്ങളിൽ അധികരിച്ചു വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ മാരേജ് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ മാരേജ് ഒക്കെ ഒരു കോൺട്രാക്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് ഫാമിലി. ഒരു ഫാമിലിയുടെ പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് റിപ്രൊഡക്ഷൻ ആൻഡ് പ്രോക്രിയേഷൻ. തീർച്ചയായിട്ടും അപ്പോൾ ഒരു ഫാമിലിയുടെ ബേസ് എന്ന് പറയുന്നത് പുതിയ തലമുറകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് മെത്തേഡിലൂടെ എന്ത് ചെയ്യുന്നു, അവർ പുതിയ തലമുറകൾക്ക് ജന്മം നൽകുന്നു. അപ്പോൾ സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികളെ പ്രസവിക്കുക എന്നതിന് പുറമെ ഒരു ഫാമിലിക്ക്, ഒരു കുട്ടിക്ക് നൽകാൻ പറ്റുന്ന രൂപത്തിലുള്ള പലതരത്തിലുള്ള മെയിൻ്റനൻസ് കാര്യങ്ങൾ, ആ കുട്ടീനെ വളർത്തുന്ന, ആ കുട്ടികളുടെ സോഷ്യൽ കൾച്ചറിനെ, ആ കുട്ടികളുടെ ചുറ്റുപാടിനെ മാറ്റുന്നത് എന്ത് ചെയ്യാണ് ഒരു ഫാമിലിയുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് സപ്പോർട്ട്, സാമ്പത്തികമായിട്ടുള്ള കോർപ്പറേഷനുകൾ, സഹകരണങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു ഫാമിലിയുടെ ഫംഗ്ഷൻ ഉൾപ്പെടും. അതുപോലെ തന്നെ സപ്പോർട്ട്, തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് എന്ത് ചെയ്യും, ഒരു ഫാമിലിക്ക് സപ്പോർട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ എമോഷണൽ സപ്പോർട്ട് ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ ഫാമിലി ഒരാളെ എമോഷണൽ ആയിരിക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ എമോഷണൽ സപ്പോർട്ട് എന്തും ഫാമിലി ഉണ്ട്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഐഡൻറ്റിറ്റി, ഒരു ഫാമിലിക്ക് പ്രത്യേകമായിട്ടുള്ള സ്റ്റാറ്റസ് ഐഡൻറ്റിറ്റി സൂക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഫാമിലിയുടെ ഫംഗ്ഷനിൽ പെട്ടാണ്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ബ്രിങ് ഔട്ട് ദി ലിസ്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ കേസ് സിസ്റ്റം. കേസ് സിസ്റ്റത്തിലുള്ള പ്രധാനമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്, അത് മാറ്റങ്ങൾ പറയാനാണ് വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ചേഞ്ചസ് ഇൻ ദി കേസ് സിസ്റ്റം ഇൻ ഇന്ത്യ ഹാവ് ഒക്കേർഡ് അക്രോസ് ഡിഫറെൻറ്റ് പീരീഡ്സ്. വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിലൂടെയാണ് ഇന്ത്യയിലെ കേസ് സിസ്റ്റത്തിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ആ ബ്രിട്ടീഷുകളുടെ കാലഘട്ടത്തിൽ, അതുപോലെ ഇൻഡിപെൻഡൻസിൻ്റെ കാലഘട്ടത്തിൽ എന്തുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് വരുന്ന കാരണങ്ങളാണ് ഇമ്പാക്റ്റ് ഓഫ് വെസ്റ്റേണൈസേഷൻ ആൻഡ് മോഡേൺ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ്, അതുപോലെ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ റോൾ ഓഫ് കേസ്റ്റ്, അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ. അപ്പോൾ ആദ്യമായിട്ട് നോക്കുമ്പോൾ ഇമ്പാക്റ്റ് ഓഫ് വെസ്റ്റേണൈസേഷൻ ആൻഡ് മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മീഡിയമായിട്ട് ഇംഗ്ലീഷിൻ്റെ ഒരു വരവ് എന്നുള്ളത് പ്രധാനമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ആറ്റിറ്റ്യൂഡ്സിൻ്റെ ഷിഫ്റ്റിങ്, അതുപോലെ തന്നെ റിലീജിയസ് ഇൻ്റർഫിയറൻസ് കുറഞ്ഞു വന്നു. ഇങ്ങനത്തെ ഒരു കാരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കാലഘട്ടത്തിൽ സോഷ്യൽ ലെജിസ്ലേഷനാണ് ഇവിടെ പറയുന്നത്. അതെന്താ വെച്ചാൽ ഡൗൺ ടോർണാണ്, അതുപോലെ അബോളിഷിംഗ് അൺടച്ചബിലിറ്റി നശിപ്പിക്കുക എന്നുള്ള ഈ തൊട്ടു കൂടായ്മ ഉണ്ടല്ലോ, അതൊക്കെ നശിപ്പിക്കുക. ഏത് രൂപത്തിൽ പറഞ്ഞാൽ ദി അൺട്രബിലിറ്റി ഓഫൻസ് 1955 ഒരു ആക്ട് വന്നതോടെ തന്നെ എന്ത് ഈ അൺട്രബിലിറ്റി ഒഴിവാക്കി. അപ്പോൾ അതൊക്കെ മുന്നോട്ട് വെച്ചാൽ ഈ കേസ് സിസ്റ്റത്തിലൊരു പ്രധാനമായ ചേഞ്ച് കൊണ്ടുവന്നു. അതുപോലെ തന്നെ അടുത്തായിട്ട് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുമൊക്കെ എന്തൊക്കെ രാജാറാം മോഹൻ റോയുടെ
ബ്രഹ്മ സമാജ് പോലെ, ജസ്റ്റിസ് റാൻഡ് പ്രാർത്ഥന സമാജ് പോലെ അങ്ങനത്തെ വ്യത്യസ്തമായ രൂപത്തിലുള്ള മൂവ്മെൻറ്റ്സ് ആണ് ഈ വിഷയത്തിൽ ഉൾക്കൊള്ളുന്നത്. അടുത്ത ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള ജോലിപരമായിട്ടുള്ള ജോഗ്രഫിക്കായിട്ടുള്ള മൊബിലിറ്റികൾ, ബ്രേക്കിംഗ് ഡൗൺ ട്രഡീഷണൽ കേസ്റ്റ് റൂൾസ്, പാരമ്പര്യമായിട്ട് വരുന്ന ഈ ജാതി വ്യവസ്ഥകൾ, അത്തരത്തെ റൂൾസ് കാര്യങ്ങൾ എന്തൊക്കെ മാറ്റിമറിച്ചു. ഇതൊക്കെ തീർച്ചയായിട്ടും കാസ്റ്റ് സിസ്റ്റത്തിലുള്ള ഒരു ചേഞ്ച് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിന് പൊളിറ്റിക്കൽ റോൾ ഓഫ് കാസ്റ്റ്, അതായത് കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ് ഹാവ് ബിക്കം ഇന്റർവൈൻഡ്, അതുപോലെ തന്നെ ഇൻഫ്ലുവൻസിങ് കാൻഡിഡേറ്റ് സെലക്ഷൻ, വോട്ടിംഗ് പാറ്റേൺസ് ഒക്കെ മാറി വന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇവർക്കൊക്കെ എന്ത് ചെയ്യുക, ലൈസൻസ് ലീഡർഷിപ്പ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും ഈ കേസത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഡിസ്കസ് ദി എവല്യൂഷൻ ഓഫ് വില്ലേജ് കമ്മ്യൂണിറ്റീസ്. ഇന്ത്യയിലുള്ള വില്ലേജ് കമ്മ്യൂണിറ്റീസിൻ്റെ എവല്യൂഷനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ വരുന്നത്, ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത് ആദ്യമായിട്ട് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഫ്രം ഏൻഷ്യൻ ടൈംസ്. ആദ്യ കാലഘട്ടങ്ങളിലുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഹിസ്റ്റോറിക്കൽ മുന്നേറ്റങ്ങൾ ഈ വില്ലേജ് കമ്മ്യൂണിറ്റീസിൻ്റെ എവല്യൂഷന് അതിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് വേരിയസ് എംപയേഴ്സ് ആൻഡ് റൂളേഴ്സ്, വ്യത്യസ്തമായ രൂപത്തിലുള്ള രാജാക്കന്മാരുടെ അതുപോലെ റൂളേഴ്സിൻ്റെ ഒക്കെ സ്വാധീനം, അതുപോലെ തന്നെ ചേഞ്ചസ് ബ്രോഡ് ബൈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഇമ്പാക്ട് ഓഫ് മോഡേണൈസേഷൻ, അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ ഓൺ ദി റൂറൽ സ്ട്രക്ചർ. റൂറൽ സ്ട്രക്ചറിൽ ഈ വ്യാവസായികവൽക്കരണത്തിൻ്റെ, അതുപോലെ മോഡേണൈസേഷൻ്റെ ഒക്കെ, അതുപോലെ തന്നെ അർബനൈസേഷൻ്റെ ഒക്കെ പ്രത്യേകമായിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വില്ലേജ് കമ്മ്യൂണിറ്റി, ഇന്ത്യയിലുള്ള വില്ലേജ് കമ്മ്യൂണിറ്റികളുടെ എവല്യൂഷൻ്റെ ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ട്രൈബ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ട്രൈബ്സ് എന്ന കൺസെപ്റ്റ് അത് വിശദീകരിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ട്രൈബ് ഈസ് ആൻ ആന്ത്രോപോളജിക്കൽ കൺസെപ്റ്റ് ആണ്. ജനറലി ഡിസ്ക്രൈബ്സ് ആസ് എ സോഷ്യൽ ഗ്രൂപ്പ് വിത്ത് കോമൺ നാഷണൽ ഓർ കൾച്ചറൽ ട്രഡീഷൻസ്. കൾച്ചറലായിട്ടുള്ള പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഒരു കോമൺ നാഷണൽ ഉള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പാണ് നമുക്ക് എന്താ പറയുക ഒരു ട്രൈബ് എന്ന് പറയുന്നത്. അവർ തനിച്ച ഐസൊലേറ്റഡ് ഏരിയാസ്, അങ്ങനത്തെ ഫോറസ്റ്റുകൾ പോലെ, അതുപോലെ മലഞ്ചെരുവുകൾ പോലെ, അതുപോലെ തന്നെ തനിച്ച് നിൽക്കുന്ന പ്രദേശങ്ങൾ പോലെ അവിടെയൊക്കെ പല താമസങ്ങൾ ഉണ്ടാവുക. അതുപോലെ ഇന്ത്യയിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്ത് വരാൻ സാധിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായി ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ 5ാമത്തെ ഒരു ഷെഡ്യൂൾ കൊണ്ടുവന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ 655 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രൈബ്സ് ഉണ്ട് ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വിഷയത്തിൽ അങ്ങനെ സംസാരിക്കാം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഡൗൺ ദി ഡിഫറൻസ് ബിറ്റ്വീൻ പാട്രിയാർക്കൽ ആൻഡ് മാട്രിയാർക്കൽ ഫാമിലീസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ പാട്രിയാർക്കൽ മാട്രിയാർക്കൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പോൾ നമുക്ക് സാധാരണ പറയുന്ന പോലെ തന്നെ പാട്രിയാർക്കൽ എന്ന് പറയുമ്പോൾ അവിടെ ആ ഫാമിലിയിൽ പുരുഷാധിപത്യമായിരിക്കും ഉണ്ടായിരിക്കുക. അതേസമയം മാട്രിയാർക്കൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഫാമിലിയിൽ സ്ഥാനമായിരിക്കും, അവിടെ ഒരു വുമൺ ആയിരിക്കും എന്ത് ചെയ്യുക ആ കുടുംബം ഭരിക്കുക എന്നുള്ളത്. അപ്പോൾ നോക്കുക പാട്രിയാർക്കൽ ഫാമിലി, എ ഫാമിലി സിസ്റ്റം വേർ ദി ഫാദർ ഓഫ് ദി എൽഡസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് ദി ഹെഡ് ആൻഡ് എക്സൈസ് അതോറിറ്റി ഓർ അതർ ഫാമിലി മെമ്പേഴ്സ്. മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ മുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു മെയിലായിട്ടുള്ള പുരുഷനായിട്ടുള്ള ഒരു ഒന്നില്ലെങ്കിൽ ആ ഹെഡ് എന്നറിയപ്പെടുന്ന ഫാമിലി ഹെഡ് ആയിരിക്കും എന്ത് ചെയ്യുക ആ പുരുഷനായിരിക്കും അവിടെ നേതൃത്വം വഹിക്കുക. അവിടുത്തെ മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ ഫാമിലി സിസ്റ്റം വേർ ദി മദർ ഓർ ദി എൽഡസ്റ്റ് ഫീമെയിൽ മെമ്പർ ഓഫ് ദ ഹെഡ് ആൻഡ് ഹോൾഡ് അതോറിറ്റി അവിടെ കൈകാര്യം ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഫാമിലി മദറായിരിക്കും, ഇല്ലെങ്കിൽ അവിടെ ഏറ്റവും മൂത്ത വുമൺ ആരാണോ അവരായിരിക്കും എന്ത് ചെയ്യുക അവിടെ ആ ഫാമിലിയിൽ റോള് നടപ്പിലാക്കുക. ഇനി അവിടെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് എക്സോഗമിയെ കുറിച്ച് ചർച്ച ചെയ്യാണ്. അപ്പോൾ ഇൻഡോഗമി എക്സോഗമിയാണ് നമുക്ക് അറിയുന്ന വിഷയമാണ്. അപ്പോൾ ഒരു ക്ലാസ് പെട്ടത് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രത്യേകമായ സോഷ്യൽ ഗ്രൂപ്പിൻ്റെ പുറത്തു നിന്ന് വിവാഹം കഴിക്കുന്നതിന് നമ്മൾ എക്സോഗമി എന്ന് പറയും. അതിൻ്റെ ഉള്ളിൽ നിന്ന് വിവാഹം ഇൻഡോഗമി എന്ന് പറയും. സിമ്പിൾ നമുക്ക് അറിയുന്ന വിഷയമാണ്. അവിടെ എക്സോഗമി ടൈപ്പ് ഓഫ് മാരേജ് വർ ഇൻഡിവിജ്വൽസ് ആർ റിക്വയർഡ് ടു മാരി ഔട്ട്സൈഡ് എ സ്പെസിഫിക് സോഷ്യൽ ഗ്രൂപ്പ്. തീർച്ചയായിട്ടും അപ്പോൾ ഒരു പുറത്തുനിന്നുള്ള സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് വിവാഹം കഴിക്കാൻ എന്ത് ചെയ്യും ഈ എക്സോഗമി എന്ത് ചെയ്യും പറ്റും. അപ്പോൾ എന്താണ് പുറത്തുനിന്നൊരു സോഷ്യൽ ഗ്രൂപ്പിൽ നിന്നാണെങ്കിൽ വിവാഹം കഴിക്കുക, അത് എക്സോഗമി എന്ന് പറയാം. സച്ച് ആസ് ദർ ക്ലാന് ലീനേജ് ഓർ വില്ലേജ്, അവരുടേതായ വില്ലേജിൽ നിന്ന് അവരുടെ ക്ലാനിൽ എന്ത് ചെയ്യുക വിവാഹം കഴിക്കാൻ പറ്റും, അതിനാണ് എക്സോഗമി എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തൊരു പാർട്ട് ബി ആണ്. ലോങ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ട ഭാഗമാണ്. അവിടുത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ദി കൺസെപ്റ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻ റാഷ്യൽ ആൻഡ് റിലീജിയസ് കോമ്പോസിഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ റാഷ്യലായിട്ടുള്ള ഒരു കോമ്പോസിഷൻ, ആ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റിൻ്റെ കൺസെപ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അവിടെ നമ്മൾ പറയുമ്പോൾ ഇന്ത്യ എക്സിബിറ്റ്സ് എ യുണീക്ക് ബ്ലെൻഡ് ഓഫ് യൂണിറ്റി ആൻഡ് വാസ്റ്റ് ഡൈവേഴ്സിറ്റി. ഇന്ത്യ വിശാലമായ ഡൈവേഴ്സിറ്റി ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പ്രത്യേകം ഒരു യൂണിറ്റി ഇന്ത്യയിലുണ്ട്. ക്യാരക്ടറിസ്റ്റിക്കൽ ദാറ്റ് ഹാസ് ഷേപ്ഡ് ഈസ് ഐഡന്റിറ്റി ഫോർ ഓവർ 5 മില്യൺ. ഓക്കെ, 5
മില്യണി വർഷങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, ഇന്ത്യ അങ്ങനെ തീർച്ചയായിട്ടും ഇന്ത്യ തുടർച്ചയായിട്ട് എന്ത് ചെയ്യാണ് ഇത്തരത്തിലുള്ള യൂണിറ്റ് ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യുക ഇന്ത്യ കാത്ത് സൂക്ഷിക്കുന്നുണ്ട്. അവിടെ റാഷ്യൽ കോമ്പോസിഷൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇസ് എ മൾട്ടി റാഷ്യൽ കൺട്രി വിത്ത് നിയർ ആൾ മേജർ വേൾഡ് റൈസസ് റെപ്രസെന്റ് ലാർജ്ലി ഡ്യൂ ടു ഹിസ്റ്റോറിക്കൽ ഇമിഗ്രേഷൻ. ചരിത്രമായിട്ടുള്ള ഇമിഗ്രേഷൻ ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ റാഷ്യൽ കോമ്പോസിഷൻ ഉണ്ടായിരിക്കെ തന്നെ ഇന്ത്യയിലെ ഡൈവേഴ്സിറ്റി പറയുന്നത് വളരെ വിശാലമാണ്. നമ്മുടെ സർ ഹെർബർട്ട് റേസിലെ പോലത്തെ അതുപോലെ തന്നെ BS ഗുഹെ പോലത്തെ ആളുകളുടെ ഓരോ പണ്ഡിതന്മാരുടെ ക്ലാസിഫൈ ചെയ്ത് ഇന്ത്യൻ പോപ്പുലേഷൻ ഇൻ വേരിയസ് റാഷ്യൽ ടൈപ്സ് ആയി ഇന്ത്യൻ പോപ്പുലേഷൻ വ്യത്യസ്തമായ റാഷ്യൽ ടൈപ്സ് ആയി നമുക്ക് ഇന്ത്യൻ പോപ്പുലേഷനെ വേർതിരിക്കാൻ സാധിക്കും. അവിടെ ആരൊക്കെ ഉണ്ട്? അവിടെ ഇൻഡോ ആര്യ, അതുപോലെ തന്നെ സ്കൈത്തോ ദ്രാവിഡിയൻ, ആര്യോ ദ്രാവിഡിയൻ, മംഗോളോ ദ്രാവിഡിയൻ, ഇങ്ങനത്തെ വ്യത്യസ്തമായ രൂപത്തിലുള്ള റാഷ്യൽ ഡൈവേഴ്സിറ്റി നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. അതേസമയം റിലീജിയസ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റിയാണ്. ഇന്ത്യസ് മൾട്ടി റിലീജിയസ് കൺട്രി. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ വ്യത്യസ്തമായ രൂപത്തിലുള്ള മതങ്ങൾ ഉൾക്കൊണ്ടൊരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. ആ ഇന്ത്യയിൽ പറയുമ്പോൾ ഹിന്ദുസം പോലെ, ഇസ്ലാം പോലെ, ക്രിസ്ത്യാനിറ്റി പോലെ, ബുദ്ധിസം പോലെ, ജൈനിസം പോലെ, സിഖിസം പോലെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റുള്ള റിലീജിയസ് കൺസെപ്റ്റുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലത്തെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റി ഇന്ത്യയിൽ പറയുമ്പോൾ അത് ഇന്ത്യയുടെ മാത്രമുള്ള എന്തൊരു കോമ്പൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോണോഗമി ആൻഡ് പോളിഗമി ഇൻ ദി മാരേജ് സിസ്റ്റം? മാരേജ് സിസ്റ്റത്തിലുള്ള പോളിഗമി അതിന് മോണോഗമി എന്ന വ്യത്യാസം എന്താണ്? നമുക്കെല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ടൈപ്പ് ഓഫ് നമ്മൾ ആദ്യമായിട്ട് മാരേജിൻ്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ അവിടെ എൻഡോഗമി ഉണ്ട്, എക്സോഗമി ഉണ്ട്, മോണോഗമി ഉണ്ട്, പോളിഗമി ഉണ്ട്. അവിടെ മോണോഗമി എന്ന് പറയുമ്പോൾ മോണോഗമി ഈസ് എ ഫോം ഓഫ് മാരേജ് where an individual has only one spouse at any given time. നൽകപ്പെട്ടൊരു സമയത്തിൽ ഒരു വ്യക്തിക്ക് ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ്, ഇത്തരത്തിൽ ഒരു ഇൻഡിവിജ്വലിന് ഒരു സ്പോസ് ഉണ്ടാവുള്ളൂ. Okay, it is the most common and legally recognized form of marriage in many parts of the world. ലോകത്തിൻ്റെ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗത്തിൽ ഈ രൂപത്തിലുള്ള വിവാഹ വ്യവസ്ഥയാണ് അത് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ പോളിഗമി പോളിഗമി ഫോം ഓഫ് മാരേജ് where an individual has more than one spouse simultaneously. ഓക്കെ, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഇറ്റ് ഇസ് എ ഫർദർ ഡിവൈഡ്. നമുക്കിതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? അവിടെ പോളിഗണി ഉണ്ട്, പോളിയാൻഡ്രി ഉണ്ട്. പോളിഗണി എന്ന് പറയുമ്പോൾ വൺ മാൻ മാരീഡ് ടു മൾട്ടിപ്പിൾ വുമൺ, ഒരു പുരുഷൻ എന്ത് ചെയ്യുന്നു വ്യത്യസ്തമായ രൂപത്തിൽ കണ്ടമാനം ധാരാളം സ്ത്രീകളെ വിവാഹം ചെയ്യുന്നു. ആ സമയം പോളിയാൻഡ്രി എന്ന് പറയുമ്പോൾ വൺ വുമൺ, ഒരു പെണ്ണാണ്, അവൾ എന്ത് ചെയ്യുന്നു മാരീസ് ടു മൾട്ടിപ്പിൾ മെൻ, ധാരാളം പുരുഷന്മാരെന്ത് ചെയ്യുന്നു, ആ സ്ത്രീ എന്ത് ചെയ്യുന്നു വിവാഹം ചെയ്യുന്നു. ദ സ്റ്റഡി ഓഫ് മാറ്റേണൽ, നമുക്ക് ഈ മാറ്റേണലിന് ഈ വിഷയം പഠിക്കാൻ നമുക്ക് എന്ത് പോളിഗമീസ് മാരേജ് ഇൻ ഇന്ത്യ എന്നുള്ളതിൽ നമുക്ക് പഠിക്കാൻ പറ്റുക. ഓക്കെ, സാധിക്കാം എന്നുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസിസ് ദ ഡിഫറെൻറ്റ് ഫോം ഓഫ് ചേഞ്ചസ് ഇൻ ദി ഇന്ത്യൻ ഫാമിലി സിസ്റ്റം. ഇന്ത്യൻ ഫാമിലി സിസ്റ്റത്തിൽ വ്യത്യസ്തമായ രൂപത്തിലുള്ള ചേഞ്ചസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മൾ പറയുമ്പോൾ ചേഞ്ചസ് ഇൻ ദി ഇന്ത്യൻ ഫാമിലി എന്ന് പറയുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ആദ്യമായിട്ട് ഷിഫ്റ്റ് ഫ്രം ജോയിൻറ്റ് ടു ന്യൂക്ലിയർ ഫാമിലീസ്. ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്കുള്ള ഷിഫ്റ്റ് ഒരു പ്രധാന ഒരു ഡിഫറൻറ്റ് കണക്കിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം ഇൻഡസ്ട്രിയലൈസേഷൻ പോലെ, അർബനൈസേഷൻ പോലെ ആൻഡ് മൈഗ്രേറ്റ് ഹാവ് കൺട്രിബ്യൂട്ട് ദ ഡിസിഗ്നേഷൻ ഓഫ് ട്രഡീഷണൽ ജോയിൻറ്റ് ഫാമിലീസ് ഇൻ ദ റൈസ് ഓഫ് ന്യൂക്ലിയർ ഫാമിലീസ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് നീങ്ങാനുള്ള ഒരു കാരണമൊക്കെ പറയാൻ സാധിക്കുക. അപ്പോൾ അടുത്ത ചേഞ്ചസ് ഫാമിലി സ്ട്രക്ചർ ആൻഡ് അതോറിറ്റി. ഫാമിലി സ്ട്രക്ചറിൽ അതോറിറ്റിയിലുള്ള മാറ്റങ്ങൾ, ഫാമിലിയുടെ ഘടനയിൽ, അതുപോലെ ഫാമിലിയുടെ അധികാരത്തിലേക്കുള്ള മാറ്റങ്ങൾ, അവിടെ മൂവ് ടുവാർഡ്സ് മോർ egalitarian relationships within families, particularly regarding women's role and decision making. തീർച്ചയായിട്ടും ആ പുരുഷന്മാർക്ക് പ്രത്യേക സ്ഥാനം നൽകപ്പെടുന്ന ഒരു സമയത്ത് ഒരു സൊസൈറ്റിയിൽ പുതിയ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ അവരെന്ത് ചെയ്യുന്നു, സ്ത്രീകൾ മെയിനായിട്ട് അവർ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഫാമിലിയിൽ വ്യത്യസ്തമായ ചേഞ്ചസ് സംഭവിക്കുന്നു. ഓക്കെ, അവിടെ ഫാമിലി സ്ട്രക്ചറിനെ അതൊരു ബാധിക്കുന്നു. അപ്പോൾ ദ ഇമ്പാക്ട് ഓഫ് ലെജിസ്ലേഷൻ, ലോസ് റിലേറ്റഡ് മാരേജ് ബന്ധപ്പെട്ട ലോസുകൾ, ഡൈവേഴ്സ് പോലെ, ഇൻഹെറിറ്റൻസ് പോലെ, ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ഫാമിലി ഡൈനാമിക്സ്. തീർച്ചയായും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എന്ത് ചെയ്യാണ്, ഫാമിലി ഡൈനാമിക്സിനെ ബാധിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ലെജിസ്ലേഷൻ്റെ ഇമ്പാക്ട് കണക്കിലാക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് മോഡേൺ വാല്യൂസ്. പുതിയ കാലഘട്ടത്തിൽ വരുന്ന ഹയർ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എസ്പെഷ്യലി വുമൻസിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഹാസ് ലെഡ് ടു ചേഞ്ചസ് ഇൻ ആസ്പിറേഷൻ, റോൾസ് ആൻഡ് ഫാമിലി പ്ലാനിങ്. ഇതൊക്കെ എന്ത് വ്യത്യസ്തമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ എക്കണോമിക് ചേഞ്ചസ്, സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ, അവിടെ ഷിഫ്റ്റ് ഫ്രം അഗ്രിഗേറിയൻ എക്കണോമി ടു ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ് അഫക്ട് ഫാമിലി ഇൻകം. ഫാമിലിയുടെ വരുമാനത്തെ ബാധിച്ചു, അതുപോലെ തന്നെ റോളിനെ ബാധിച്ചു, ഡിപ്പെൻഡൻസി ബാധിച്ചു. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ എന്താവും ഒരു ഫാമിലി ബാധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയങ്ങൾ, ഈ ഒരു കാരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യുക, ഇന്ത്യയിലുള്ള ഫാമിലി സിസ്റ്റത്തിൻ്റെ ചേഞ്ച് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ പറയുന്നത് സമ്മറൈസ് ദ കൺസെപ്ച്വൽ അനലൈസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ജാതി വ്യവസ്ഥയുടെ അതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ടുള്ള അനലൈസ് ആണ്, സമ്മറൈസ് ചെയ്യാനുള്ള ചോദ്യമാണ് പറയുന്നത്. അവിടെ നമ്മൾ കൺസെപ്ച്വൽ അനലൈസ് കൊടുക്കുമ്പോൾ ദ കാസ്റ്റ് സിസ്റ്റം ഈസ് എ യൂണിക് ആൻഡ് ഡീപ്ലി ഇൻ്റഗ്രേറ്റഡ് ഫോം ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഫോമാണ് ഈ ഒരു
കേസ് സിസ്റ്റം എന്നുള്ളത്. അത് ഹിന്ദു ഫിലോസഫിയിലെ റിലീജിയൻ കസ്റ്റംസൊക്കെ ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓക്കെ, അത് നമ്മൾ പറയുമ്പോൾ ഇറ്റ്സ് എ ക്ലോസ്ഡ് ഗ്രൂപ്പ് മീനിങ് സ്റ്റാറ്റസ് ഈസ് ലാർജ്ലി ആസ് എ ബർത്ത് ആൻഡ് ദർ ഈസ് ലിമിറ്റഡ് സോഷ്യൽ മൊബിലിറ്റി. അപ്പോൾ ജന്മനാലുണ്ടാകുന്ന ഒരു കണക്ഷനാണ്. അപ്പോൾ ഈ ഒരു ജാതി വ്യവസ്ഥ പറയുമ്പോൾ ഒരാൾ ഒരു ഗ്രൂപ്പിൽ പെടും, ജാതി വ്യവസ്ഥ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ബെർത്തിനാൽ എന്ത് ചെയ്യുക, അയാൾ ജാതി പെടുന്നു. അപ്പോൾ ആൾ ജന്മന ആ ജാതി എന്താവുന്നു, അതിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളാണ്. അങ്ങനെ പിന്നെ അങ്ങനെ തുറന്നു പോവുകയാണ്. ആ ഒരു സിസ്റ്റം ആയിരിക്കും ഈ ജാതി വ്യവസ്ഥയിൽ ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ അവിടെ തന്നെ, ഈ ക്വസ്റ്റ്യന് തന്നെ അടുത്ത ഫീച്ചേഴ്സ് നമ്മൾ പറയുമെങ്കിൽ അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഫീച്ചേഴ്സ് പറയുമെങ്കിൽ ആദ്യമായിട്ട് ഹെറിഡിറ്ററി സ്റ്റാറ്റസ്, മെമ്പർഷിപ്പ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ബർത്ത് ആൻഡ് ഇസ് ഇമ്മ്യൂൺ. തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തിലുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ജന്മന ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എൻഡോഗമി, മാരേജ് സ്ട്രിക്ട്ലി കൺഫ്യൂഡ് വിത്ത് വൺസ് ഓൺ കേസ്. ഒരാൾക്ക് അയാളുടെ ജാതിയിൽപ്പെട്ട ആളെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹിയറാർക്കി ഉണ്ട്. കേസ് അറേഞ്ച്ഡ് ഓർഡർ വിത്ത് ബ്രാഹ്മിൻസ് ടൈപ്പിക്കൽ അറ്റ് ടോപ്പ് ആൻഡ് ശുദ്രാസ് അത് ബോട്ടം. അവിടെ ജാതി വ്യവസ്ഥയിൽ വ്യത്യസ്തമായ ക്ലാസ്സുകളുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു, ബ്രാഹ്മിൻസ് ഉയർന്ന ഇതിൽ, അതുപോലെ തന്നെ അവിടെ ശുദ്രാസ് താഴ്ന്ന സ്ഥാനത്ത്. അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ട്രഡീഷണലി ഈച്ച് കേസ്റ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് ഐഡന്റിറ്റി ഒക്യുപ്പേഷൻ. അപ്പോൾ പ്രത്യേകമായ ഓരോ കേസ്റ്റ് പ്രത്യേകമായ ജോലികളുണ്ട്. അവർ ആ ജോലിയെ ബന്ധപ്പെടാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനത്തെ രൂപമുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ റെസ്ട്രിക്ഷൻ ഓഫ് ഇൻ ഫുഡ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ, അതിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഫുഡിലും സോഷ്യൽ ഇൻട്രാക്ഷനിലും റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മൾ പറയുമ്പോൾ ഹിസ്റ്റോറിക്കലി സ്ട്രിക്റ്റ് റൂൾസ് ഗവേൺഡ് ഇൻ ദ ഡൈനിങ് ആൻഡ് സോഷ്യൽ കോണ്ടാക്ട് ബിറ്റ്വീൻ വ്യത്യസ്തമായ ജാതികൾ തമ്മിലുള്ള സംസാരത്തിന് അവിടെ കമ്മ്യൂണിക്കേഷനിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ട്. അവിടെ എന്ത് വ്യത്യസ്തമായ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട് ഇൻട്രാക്ഷനിൽ. അതുപോലെ തന്നെ അവിടെ ഫുഡിന് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിൻ്റെ ഇന്റർടൈനിങ്ങിനുള്ള വിഷയങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കൺസെപ്റ്റ് അണ്ടർ ടു ദി കേസ് സിസ്റ്റം വേർ സർട്ടൻ കേസസ് ആർ കൺസിഡേർഡ് റിച്വലി പ്യൂർ ഓർ മോർ പൊല്യൂട്ടഡ് ആസ് അതേഴ്സ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ ഈ ഒരു കാസ്റ്റിൽപ്പെട്ട ആളുകൾ അവർക്ക് ഇത്ര സ്ഥാനം പറ്റുള്ളൂ, അവർക്ക് ഇത്ര അവർക്ക് എന്ത് ചെയ്യുക, പ്യൂറാൻ പറ്റുള്ളൂ, അവർക്ക് ഇത്ര ശുദ്ധാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് എത്ര, അപ്പോൾ ഇത്ര പൊല്യൂഷനിൽ കിടക്കണം എന്നുള്ള ചിന്താഗതിയാണ്. ഓക്കെ, അവർക്ക് ഇത്ര എന്ത് മുന്നേറ്റാൻ പറ്റൂല, ഇത്ര ഹൈ ക്ലാസ്സിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള ചിന്താഗതി വരിക. അപ്പോൾ അത് കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ട്. മെമ്പേഴ്സ് ഓഫ് ദി സെയിം കാസ്റ്റ് ഓപ്പൺ ഷെയർഡ് എ സ്ട്രോങ് സെൻസ് ഓഫ് വി ഫീലിംഗ് ആൻഡ് കോമ്പറേഷൻ. അപ്പോൾ ഒരു കാസ്റ്റിലുള്ള സെയിം കാസ്റ്റിലുള്ള ആൾക്കാർക്ക് അവർക്ക് വി ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് എന്നുള്ളൊരു ഫീലിംഗ് എന്ത് ചെയ്യും, അവർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നെറേറ്റ് വില്ലേജ് ആസ് എ സോഷ്യൽ യൂണിറ്റ് ഇൻ ഇന്ത്യയിൽ സോഷ്യൽ യൂണിറ്റ് നമുക്ക് എങ്ങനെ വില്ലേജിനെ നെറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ വില്ലേജ് ആസ് എ സോഷ്യൽ യൂണിറ്റ്, നമുക്ക് വില്ലേജ് ഒരു സോഷ്യൽ യൂണിറ്റ് ആണ്. വില്ലേജ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ, വില്ലേജ് ഇസ് എ ഫണ്ടമെന്റൽ സോഷ്യൽ യൂണിറ്റ് ഹിസ്റ്റോറിക്കലി സ്റ്റാച്ചഡ് ബൈ ക്ലോസ് നീറ്റ് കമ്മ്യൂണിറ്റി. തീർച്ചയായിട്ടും അപ്പോൾ വില്ലേജ് ഗ്രാമം എന്ന് പറയുമ്പോൾ, ഗ്രാമം എന്ന് പറയുന്നത് അവിടെ അതൊരു ഫണ്ടമെന്റൽ സോഷ്യൽ യൂണിറ്റാണ് ഒരു ഗ്രാമം എന്നുള്ളത്. മാത്രമല്ല അവിടെ സോഷ്യൽ ബോൺസ്, വളരെ ശക്തമായിട്ട് സോഷ്യൽ ബോൺസ് ഉണ്ടാവും അതിൽ. അതുപോലെ തന്നെ അവിടെ ഒരു അഗ്രികൾച്ചർ എക്കണോമി ആയിരിക്കും ഉണ്ടാവും, ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക വ്യവസ്ഥകളുണ്ടാവുക. അതുപോലെ തന്നെ അതിന് ക്യാരക്ടറിസം ലിസ്റ്റ് ചെയ്യുമ്പോൾ വില്ലേജസ് ഓഫൺ എക്സിബിറ്റ് ഷെയർ കസ്റ്റംസ് ട്രഡീഷൻസ് ഒക്കെ എന്ത് സെയിം ആയിട്ടുള്ള ഓരെന്ത് ചെയ്യുന്നു, കസ്റ്റംസുകൾ, അതുപോലെ തന്നെ ഒരു പാരമ്പര്യങ്ങളിൽ പിന്തുടർന്ന ആളുകളായിരിക്കും. ഓക്കെ, അവർക്ക് ജീവിതത്തിനൊരു കളക്റ്റീവായിട്ടുള്ള വേ എന്ത് ചെയ്യും അവർക്കുണ്ടാവും. അതുപോലെ ആ ടൈപ്പിക്കലി സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, അവർക്ക് കിട്ടുന്നതുകൊണ്ട് അവർ മതിയാവുന്ന ആളുകളാണ്. ഓക്കെ, അവർ സ്വയം പര്യാപ്തരാണ്, അവർക്ക് കിട്ടുന്ന ഇതുകൊണ്ട്. അതുപോലെ തന്നെ എവല്യൂഷൻ ആൻഡ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വില്ലേജുകൾക്ക് വ്യത്യസ്തമായ രൂപത്തിലുള്ള അർബനൈസേഷൻ പോലെ ഇൻഡസ്ട്രിയലൈസേഷൻ മൈഗ്രേഷൻ പോലത്തെ കാര്യങ്ങളോട് എന്ത് ചെയ്യും ഇന്ത്യയിലെ വില്ലേജസ് മാറിക്കൊണ്ടിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ഇന്ത്യയിലുള്ള വില്ലേജ് സിസ്റ്റത്തിന് ഡെവലപ്ഷൻ സംഭവിച്ചു. മാത്രമല്ല ഈ ചേഞ്ചസ് എന്തായി, സോഷ്യൽ സ്ട്രക്ചറിനെ തന്നെ ബാധിക്കാൻ വേണ്ടി കാരണമായി, അത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ ബാധിക്കാൻ ഈ ചിത്രത്തിലുള്ള ചേഞ്ചസ് കാരണമായി നമുക്ക് പറയാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ എന്നുള്ളത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ട്രൈബ്. ട്രൈബ് എന്നുള്ള കൺസെപ്റ്റിനെ വിശദീകരിക്കാൻ റൈറ്റ് ഡൗൺ ദി ലിസ്റ്റ് ഓഫ് വേരിയസ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ട്രൈബൽ പീപ്പിൾ. ഓരോ നേരിടുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാൻ അവിടെ ട്രൈബിൾസ് ആന്ത്രോപോളജിക്കൽ കൺസെപ്റ്റ് റിഫൈൻഡ് ടു സോഷ്യൽ ഗ്രൂപ്പ് ഓഫൺ ഐസൊലേറ്റഡ് വിത്ത് സ്പെസിഫിക് കൾച്ചർ ട്രഡീഷൻ. അവർക്ക് പ്രത്യേകമായിട്ടുള്ള കൾച്ചർ ഉണ്ടാവും. അവർ സോഷ്യൽ ഗ്രൂപ്പാണ്, അവരത്തെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള അവരൊരു തയ്ക്കപ്പെട്ട, ഓക്കെ, അവർ തനിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പ്രത്യേകമായ രൂപത്തിൽ ഒരു കാടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മലഞ്ചേരിയിലൊക്കെ ആയിരിക്കും കേസ് എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള ട്രൈബൽ പീപ്പിൾ ഉണ്ടാവുക. മാത്രമല്ല they have a history of self-sufficiency but have increasing interaction with broader society. വിശാലമായിട്ടുള്ള സൊസൈറ്റിയിൽ നമ്മൾ അവരെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ഒരു ട്രൈബ് എന്നുള്ളത്. അപ്പോൾ ഇനി ട്രൈബൽ പീപ്പിൾ ഉദ്ദേശിക്കുന്ന അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ദ സ്റ്റഡി മെറ്റീരിയൽസ് ഔട്ട്ലൈൻ വേരിയസ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്, അവർക്കുള്ള സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ ഈ ലാൻഡ് ലോഡേഴ്സ് അതുപോലെ മണി ലെൻഡേഴ്സൊക്കെ എന്ത് ചെയ്യുക ഓരോന്നൊക്കെ ചൂഷണങ്ങൾ നേരിടുന്ന അവസ്ഥ വരിക. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പ്രോബ്ലംസ് ഉണ്ട്, അതായത് അവർക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നുള്ളതിന് കുറവ്. അതുപോലെ തന്നെ പാരൻസ് ലാക്ക് ഓഫ് എംഫസൈസിങ് ആൻഡ് എഡ്യൂക്കേഷന് കുട്ടിക്ക് നൽകുക പാരൻസിന് പറ്റാതിരിക്കുന്ന അവസ്ഥ, അതൊക്കെ എന്ത് ചെയ്യും ഓലെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഹെൽത്ത് ആൻഡ് സയൻറ്റിസ്റ്റ് പ്രോബ്ലംസ്, അവർക്ക് ആരോഗ്യ വിഷയങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, മറ്റേ സാനിറ്റേഷൻ വിഷയങ്ങളൊക്കെ കമ്മിയാണ്. അപ്പോൾ അത് സാമൂഹികമായ പ്രശ്നങ്ങളുണ്ട് അവരെ ബാധിക്കുന്നത്. പേഴ്സണൽ അൺഹെൽത്തി ഹാബിറ്റ്സ് ആവും, അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് റിച്വൽസ്, സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ്, അതുപോലെ തന്നെ ചൈൽഡ് മാരേജ് പോലത്തെ, അതുപോലെ തന്നെ അനിമൽ സാക്രിഫൈസ് പോലെ, ബ്ലാക്ക് മാജിക്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അവരെ ബാധിക്കുന്നുണ്ട്. അതുപോലെ കാട്ടിലാകുമ്പോൾ തന്നെ മൃഗങ്ങൾ പ്രശ്നം ഉണ്ടാക്കണം, മൃഗങ്ങൾ ശല്യപ്പെടുത്തി ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട് അവരെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സ് എന്നുള്ള എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഔട്ട്സൈഡേഴ്സ്, അതുപോലെ തന്നെ അൺട്രൈബിൾ ആയ ആളുകളിൽ നിന്ന് ഒരു കിട്ടുന്ന ചൂഷണങ്ങൾ, ഓരോ പ്രയാസപ്പെടുത്തുകകൾ, അതുപോലെ തന്നെ അടുത്തൊന്നാണിത് പൊളിറ്റിക്കൽ ആൻഡ് ഇൻഷുറൻസ്. അവിടെ പറയുന്നത് ട്രൈബൽ റീജിയൻസ് ക്യാൻ ബി സസ്പിറ്റബിൾ ടു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ലീഡിങ് ടു റിവോൾട്ട്സ് ആൻഡ് തീർച്ചയായിട്ടും. അപ്പോൾ സ്മഗ്ലിംഗ് പോലെ, അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ പോലെ, ആൻഡ് ഹോസ്പിറ്റൽ ട്രേഡ് ബൈ പുറത്തുനിന്നുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഇത്തരത്തിൽ അവരെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഡ്രഗ് അഡിക്ഷൻ പോലെ, അതുപോലത്തെ സ്മഗ്ലിംഗ് പോലത്തെ വിഷയങ്ങളൊന്നും അവരും ബാധിക്കുന്നുണ്ട്. അവരെ കൾച്ചറൽ ഐസൊലേഷൻ പറയുന്നത് എന്താ വെച്ചാൽ ചലഞ്ചസ് ഇൻ മെയിൻറ്റെയിനിങ് യുണീക്ക് കൾച്ചറൽ ഐഡന്റിറ്റി വൈൽ ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് മെയിൻസ്ട്രീം സൊസൈറ്റി. അപ്പോൾ വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു മെയിൻസ്ട്രീം സൊസൈറ്റിയിലേക്ക് അവർ വരുമ്പോൾ, അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ പുതിയൊരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ഒരിക്കലും കൾച്ചർ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല, അവർക്ക് ട്രഡീഷനെ പിന്തുടരാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ കേസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് തനിച്ച് തന്നെ ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളൊരു നയമാണ് അവരെന്ത് ചെയ്യുക, സ്വീകരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവർ വ്യത്യസ്തമായിട്ട് ഒരു നിലനിന്ന് പോകേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് സൊസൈറ്റി എന്നുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ PYQ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി സംശയങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ കുട്ടികളെ ചോദിക്കുക എന്നുള്ളതാണ്. സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. എല്ലാവരും എക്സാമിലൊക്കെ നന്നായി പഠിക്കുക.